ഹലോ ഗൈസ്, ഐ ആം ആദ്മൻ ആൻഡ് വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വ്ളോഗ്. സോ ഗൈസ്, എനിക്കറിയാം കുറേ നാളായി ഒരു വ്ളോഗ് ഇട്ടിട്ട്. സോ ഓണത്തിൽ കണ്ടതാണ്, പിന്നെ കണ്ടില്ല. സോ ഗൈസ്, ഇന്ന് ഇപ്പം സമയം 5:37 രാവിലെ. ഇന്ന് 8-ാം തീയതിയാണ്. സോ ഇന്ന് ഞാനൊരു ഷോർട്ട് ട്രിപ്പ് പോവുകയാണ്. സോ നമ്മൾ ആതിരപ്പള്ളിക്ക് പോവുകയാണ് ഗൈസ്. സോ ആതിരപ്പള്ളിക്ക് പോവുകയാണ്. സോ ഇന്ന് ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ്. സോ തൃശ്ശൂരിൽ നിന്ന് അമിത് ബ്രോയും വരും. സോ അമിത് ബ്രോയുടെ അടുത്ത് മറ്റൊരു ഷോർട്ട് ട്രിപ്പാണ്, 2 days ട്രിപ്പ്. അപ്പം നമുക്ക് എന്താ പറയുക, ഇന്ന് ട്രെയിനിലാണ് പോകുന്നത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകാൻ പോകുന്നത്. സോ അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊരു വ്ളോഗാക്കാമെന്ന് കരുതി. സോ എന്തായാലും ഇനി ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ കുറച്ച് കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങും. സോ അതൊന്നും ഞാൻ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ ഒരു ലെവൽ വ്ളോഗിങ് ഞാൻ എത്തിയിട്ടില്ല. സോ എന്തായാലും എന്താ പറയുക, നമുക്ക് ഞാൻ ട്രെയിനിൽ കയറിയിട്ട് അതിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും മിക്കവാറും ട്രെയിനിൽ കയറി ചെറിയ ഷോർട്സും പിന്നെ അതിന് മെയിനായിട്ട് തൃശ്ശൂരുമായിട്ടുള്ള സംഭവങ്ങളായി. അപ്പം ലെറ്റ്സ് ഗോ ടു തൃശ്ശൂർ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. ട്രെയിൻ ഒരു 5 മണിക്കൂറൊക്കെ എടുത്തു. അപ്പം നമ്മളിനി അമിത് ബ്രോയെ കണ്ടുപിടിക്കണം. അമിത് ബ്രോയെ വിളിച്ചു നോക്കണം, എന്നിട്ട് നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓ ഗൈസ്, അപ്പം ഞാൻ വിളിച്ചപ്പം ഫോണിൽ വിളിച്ചപ്പം ഞങ്ങൾ എന്താ പറയുക, കോച്ച് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും, പുള്ളി വന്ന വേറെ ട്രെയിനിൽ, ഞാൻ അങ്ങോട്ട് ഇവിടെ എത്തിയ വേറെ ട്രെയിൻ. സോ കോച്ച് പൊസിഷൻ മാറിയിരിക്കുകയാണ്. സോ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ആൻഡ് സർപ്രൈസ് ഹിം ഗൈസ്. അങ്ങനെ അമിത് ബ്രോയെ കണ്ടുപിടിച്ചു. അയ്യോ സോറി, ഇതല്ലായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. ഒരു ഷൗട്ട് ഔട്ട് തരുമോ? ഷൗട്ട് ഔട്ട്, ബിഗ് ഫാൻ. സോ ഗൈസ്, നമുക്ക് ബാക്കി കണ്ടിട്ട് ഞാൻ പറയാം. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ടുള്ള കുറച്ച് പരിപാടികളില്ലേ, അതെല്ലാം സെറ്റാക്കിയിട്ട് അതിൽ കണ്ടിന്യൂഷൻ ആയിട്ട് വരാം ഗൈസ്. സോ ഓക്കെ ഗൈസ്. സോ ഇല്ല. സോ ഗൈസ്, നമ്മളങ്ങനെ മന്തി കഴിക്കാൻ പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? അതല്ല സ്ഥലം, നേതി മന്തി. പോയിട്ടുണ്ടോ? കൊള്ളാമോ? നല്ല മന്തി കട അല്ല, എന്താണ് നോർമലാ പെരി ഹണി? അത് ഹണി എടുക്കാം നന്നായിരിക്കും. ഗൈസ്, നമ്മൾക്ക് ഫ്രെയിമിൽ കിട്ടുന്നില്ല. ഓക്കെ. സോ ഗൈസ്, അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ നമ്മൾ മന്തി കഴിക്കാൻ പോവുകയാണ്. ഇപ്പം എത്ര? 12:52. സാർ ഞാൻ പറഞ്ഞാൽ ട്രെയിൻ കുറച്ച് നേരത്തെ ആണെന്നാണ് പറയാം. നമ്മൾ വലിയ പ്ലാനുകളാണ്, പദ്ധതി കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഗൈസ്, ഇതുവരെ ഒരു ടീസറാണ്. നമ്മളൊരു വലിയ ട്രിപ്പ് പോകുന്നുണ്ട്. അത് ഒരു സിനിമയായിട്ടാണ് നമ്മൾ വ്ളോഗായിട്ട് ഇറക്കാൻ പോകുന്നത്, അല്ലേ? നോക്കാം. സിനിമ മന്തി വെച്ചിട്ട് അവിടുത്തെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളുള്ള, ഞാൻ ഇവിടെ വന്നിട്ട് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇട്ടില്ല. ട്രിവാൻഡ്രത്തെ ആ സെറ്റപ്പ് മാത്രമേ ഇട്ടുള്ളൂ. അതൊക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. മന്തി കഴിക്കുക, അല്ലേ? എന്തൊരു ബീവൽസ്, ഒരു എക്സ്പ്രഷൻ ഇല്ല. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ എക്സ്ക്ലൂസീവ് സാധനം നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ലേ? അത് ഞാൻ മ്യൂട്ട് ചെയ്തോളാം. അത് ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഗൈസ്. മൂവീസ് എക്സ്ക്ലൂസീവ്. സോ ഗൈസ്, നമുക്ക് മന്തി കഴിക്കാൻ പോവാം. അവിടെ ഒടുക്കത്തെ തിരക്കുകൾ ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകാറില്ല. ഞങ്ങൾ VIP പലരും പറയണേ. സോ ഗൈസ്, അവിടെ ഭയങ്കര തിരക്കാണ്. സോ നമുക്ക് വേറെ എവിടെയെങ്കിലും കടകളിൽ പോകാം എന്ന് വിചാരിക്കുന്നു. അത് മിക്കവാറും ഞാൻ കാണിക്കത്തില്ല. വേറെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അവിടെ മലബാർ കിച്ചണുണ്ട്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഓഡിയൻസിനോട് വെളിപ്പെടുത്തൂ. ഞാൻ ഇൻട്രോട്ട് ആയതുകൊണ്ട് വ്ളോഗിങ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, ഇൻട്രോട്ടിനെ നമുക്ക് നിർബന്ധിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആൻഡ് ദ വ്ളോഗ് കണ്ടിന്യൂസ്. എക്സ്ക്ലൂസീവ് ആണ്. ഞാനാണ് ആദ്യമായിട്ട് ഇത് കവർ ചെയ്യുന്നത്. എടുക്കുക, തിരിക്കി. സോ ഗൈസ്, ഇതാണ് അമിത് ബ്രോയുടെ പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ. ലോകത്തിൽ ഇത് കവർ ചെയ്ത അല്ലെങ്കിൽ തൊട്ട ഒരു യൂട്യൂബർ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ആ റൈറ്റ് ഞാൻ എടുക്കുകയാണ്, അല്ലേ? ആ റൈറ്റ് എനിക്ക് തരില്ലേ? സോ ഇതാണ് എക്സ്ക്ലൂസീവ്. ഇനിയിപ്പം എന്താ പറയുക,
സിനിമയ്ക്ക് നമ്മൾ സിനിമയുടെ പേര് പറ. DSK. എനിക്കത് പറയാൻ ഇത്തിരി പാടുണ്ട്. കേസ് നമ്മളെന്തിനാണ് അതൊക്കെ എന്നാ പറഞ്ഞാറ്. സോ അതൊക്കെ നമ്മൾ സിനിമയ്ക്ക് റൗണ്ടിലോട്ടൊന്ന് പോകും. തൃശ്ശൂർ റൗണ്ടിൽ വടക്കുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ പോകും. എന്നിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകും. നാളെയാണ് മെയിൻ സംഭവം വരുന്നത്. നാളെയല്ലേ നമ്മൾ ടൂർ പോകുന്നത്. നാളെ നമ്മൾ ടൂർ പോകും. അതായിരിക്കും കൂടുതൽ കവർ ചെയ്യാനായിട്ട്. സോ ഇന്നത്തെ ഒരു ദിവസം എന്തായിരിക്കും, ഷോർട്ടായിരിക്കും. സോ കുറച്ച് കഴിയും. ബട്ട് ഇങ്ങോട്ട് പൊക്കിത്താടെ ഈ സാധനം ഞാൻ ഒരു നാൾ എടുത്തിരിക്കും. അതെൻ്റെ ഒരു ഇതാണ്. ഇതും എടുക്കും, ഇതിന് അപ്പുറത്തെ ഗോൾഡും എടുക്കും, വേണ്ടി വന്ന ഡയമണ്ടും എടുക്കും. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്കിനി എന്താ പറയുക, ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. എന്നിട്ട് ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങോട്ട് വരും മിസ്റ്റർ അമിത്. സോ നമ്മളപ്പോൾ വടക്കുന്നാഥൻ്റെ അവിടെ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ എത്തി? നെഹ്റു പാർക്ക്. നെഹ്റു പാർക്കിൻ്റെ അവിടെ എത്തി. അപ്പം എപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇടയ്ക്ക് രാത്രിയിലോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ പോയിരിക്കല്ലോ കുറച്ച് നേരം. ഇവിടെ ഇരിക്കാന്ന് വെച്ച് വന്നതാ. അല്ല, വടക്കുന്നാഥൻ്റെ ആ സൈഡ്. അപ്പോൾ ഇവിടെ നടക്കാം. അപ്പം നമ്മുടെ മൂവി എക്സ്പ്ലെയിനർ അമിത് ബ്രോയ്ക്ക് കുറച്ച് സോഷ്യൽ ആൻസൈറ്റി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കണം. ആസ് എ റെസ്പോൺസിബിൾ വ്ളോഗർ ആൻഡ് ഫ്രണ്ട് മാറും. നേരെ ഇപ്പോൾ ഞാൻ കാര്യം കേട്ടോ, മൂവി എക്സ്പ്ലെയിനർ അമിത് റിട്ടയറായി അല്ലെങ്കിൽ കാലം കഴിഞ്ഞു എന്ന് പലരും പറയുന്നു. സത്യമാണോ? ഏകദേശം കഴിഞ്ഞു. അല്ലല്ല, ഇനി റിവൈവലിന് ഐഡിയ ഉണ്ടോ? ഇനി ജോലിക്ക് കിട്ടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പം ഞാനൊരു അടുത്ത ചോദ്യം. ഫാർ ഫ്രം ഹോം ഇടും, ഞാൻ എത്ര വെക്കേഷന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അത് ഓഡിയൻസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഇനി ഇത് ഫാർ ഫ്രം ഹോം എന്നിടും? ഫാർ ഫ്രം ഹോം ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പം ഡിസംബറിനുള്ളിൽ ഉണ്ടാവും ക്രിസ്മസ്. അതെ. അപ്പം ഗവൺമെൻറ് ജോലി അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യണം. അതുകൊണ്ടാണ് ടൈം ഒട്ടില്ലാത്തത്. അപ്പം അത് റിവീൽ ചെയ്യാം. അതായത് ഗവൺമെൻറ് ജോലിയാണ് നോക്കുന്നത്. അതെ അതെ അതെ. പക്ഷെ യൂട്യൂബ് ഉപേക്ഷിക്കില്ല. ഇല്ല, ഉപേക്ഷിക്കുന്നില്ല. ഇല്ല. ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ പതിയെ സോഷ്യൽ ആൻസൈറ്റി മാറ്റുന്നു. ഇങ്ങനെയൊക്കെ മാറുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. എന്താ ഇവിടെ മൊത്തം വന്നിടത്ത് കുറച്ച് വിഷ്വൽസ്. ഇതാ അവിടെ 8Xനെ അപ്പം ടെസ്റ്റ് ചെയ്യാൻ പോവാം. കേട്ടില്ല. സാൻഡി ബ്രോമാക്സിൻ്റെ സ്ക്രൂം വെള്ളമായിട്ടുണ്ട്. ഇവിടെ മൊത്തം ഒരു ആ വെള്ളം പോകുന്ന നല്ല വൈബായിട്ടുണ്ട്. സെറ്റ് സ്ഥലമാണ്. സെറ്റ് സ്ഥലം ഇൻ ദ സെൻസ് ആസ് എ പാർക്ക് നല്ല സെറ്റ് സ്ഥലമാണ്. ഒരു ചാലഞ്ച് ചേർത്താ വേണ്ട. വലിയ സംഭവമൊന്നുമില്ല. ഈ സാധനം കണ്ട, ഈ സാധനത്തിൽ എക്സസൈസ് ഞാൻ പറഞ്ഞില്ല. അങ്ങോട്ട് ഇവിടെ കയറ്. അല്ല, അവിടെ നിന്ന് അതീ കയറണ്ട. ഇവിടെ കയറ്. അതല്ല, ഈ മണ്ണി കയറ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ പിടിക്കണം മുകളിൽ. എന്നിട്ട് ഇത് മറ്റേ സൈക്കിള് ഓട്ടണോ അല്ലെ, മനസ്സിലായില്ലേ? പിള്ളേരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ച് ഞാൻ കയറാം. തരാം. അമിത് ബ്രോ കയറാൻ പോകുന്നു. ഇല്ല, ഒന്നുമില്ല. കുഴപ്പമില്ല, സൈക്കിൾ ഓട്ടണം. എക്സ്പീരിയൻസ്. നമുക്ക് ആ ഫൗണ്ടൻ്റെ അങ്ങോട്ട് പോവാം. വാ. നമ്മൾ സിനിമയ്ക്ക് ഇവിടെ വരാൻ നിൽക്കുക. രാഗം ഇപ്പം ഇന്ന സമയം എത്ര 5:24. നമുക്ക് ഇതുള്ള നമ്മുടെ ഷോ 6:30-ക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ പോയി ഇരിക്കാം എന്നുള്ള ലെവലാണ്. സിനിമ കയറിയിരിക്കുകയാണെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്ത് ടിക്കറ്റ് ഇതാണ് നമ്മളെ
പോകാം. സോ ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ DS0 കണ്ടു. വളരെ നല്ല പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് എന്താ പറയുക, പോരായ്മകളുണ്ടെന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ത്യാസ് ആൻസർ ടു കോൺജറിങ് എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയാം. കാരണം നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര ഹൊറർ ഫിലിം ഫാനാറ്റിക്കാണ്. സോ ഐ ജസ്റ്റ് ലവ് ഇറ്റ് മാൻ. ആൻഡ് ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് ആതിരപ്പള്ളിക്ക് പോകാൻ പോവാണ്. അപ്പോൾ സോ ഇവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. എന്നിട്ട് ആതിരപ്പള്ളിയിൽ പോകും. നമുക്ക് കുറച്ച് വിഷ്വൽസിലേക്ക് കിടക്കാം. നമ്മളെവിടെ പോകും? അതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ എവിടെ ചായ കുടിച്ച് ഇപ്പോൾ തൃശ്ശൂർ ചാലക്കുടി വന്നിട്ട് വേണം അതിരപ്പള്ളി പോകാൻ. അങ്ങനെ പോകാം. സോ അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മളതിൻ്റെ വിഷ്വൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നമ്മൾ പോകാം. സോ ലെറ്റ്സ് സീ ആതിരപ്പള്ളി. അങ്ങനെ ലോട്ട് ഓഫ് വ്യൂവേഴ്സ് അല്ലേ, 2 മണിക്കൂറത്തെ യാത്ര ശേഷം നമ്മളങ്ങനെ ഫൈനലി ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ തിരിച്ച് വ്യൂ കാണിച്ചു തരാം. ഗൈസ്, ദാറ്റ് ഈസ് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ഫോർ യു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി ഇപ്പോൾ എത്ര ഉള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സ്നോ സ്റ്റോം അല്ലേ, അവിടെ സ്നോ സ്റ്റോമിൽ പോകുന്നുണ്ട്. അത് വീഡിയോ എടുക്കുമല്ലെന്നുണ്ടോ, എന്തായാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അവിടെ പോകും. ഇപ്പം കുറച്ച് നേരം ആതിരപ്പള്ളി നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ ഗൈസ്, ചെയ്യും. സോ ഗൈസ്, അങ്ങനെ ആതിരപ്പള്ളി സ്നോ സ്റ്റോം എത്തി. അപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ചു, എനിക്ക് ഇവിടെ നിന്ന് മൊത്തം ആളും തിരക്കാണ് ഗൈസ്. അതുകൊണ്ട് അമിത് ബ്രോ ഇൻട്രോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അത് ബ്ലോഗ് ഇല്ല. ഐ മീൻ അത് ക്യാമറ ആയിട്ടൊന്നും വലിയ ഉറപ്പില്ല, ഫോൺ കയറ്റുന്നത് മറ്റേ കോട്ടൊക്കെ ഇട്ട്. സോ അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ ബ്ലോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. എന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു മിനി ടീസറാണ്. വലിയ മെഗാ ട്രിപ്പിൽ വരാറുണ്ട്. മെഗാ ട്രിപ്പ് വരാറുണ്ട്. അപ്പോൾ ഗൈസ് ഈ ബ്ലോഗ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം പറ വൈൻഡപ്പ്. ഓക്കെ ഗൈസ്, കുറച്ച് ശരിയാണ്. അപ്പോൾ ഗൈസ് മറ്റൊരു വ്ളോഗ് വീണ്ടും കാണാം. ബൈ. ഓക്കെ, ഒരു ബൈ.